മഞ്ജുവിന്റെ അമ്മ ഇപ്പൊ കൊടുത്തുവിട്ട സ്വർണ്ണമൊക്കെ സന്തോഷത്തോടെ കണ്ണേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന. കുഞ്ഞുമായിട്ട് തിരികെ മഹിയും കണ്ണേട്ടനും വീട്ടിലേക്ക് ചെല്ലാനുള്ള അടവാണോന്ന് പറയാൻ പറ്റില്ല. എടി, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിനെ ഞാൻ ഉടനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് മഞ്ജുവിന്റെ അമ്മ പോലും പറയുന്നത് പെട്ടെന്ന് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് സേഫ് അല്ലാന്ന് തന്നെയാ. അതവര് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും സാറേ. അതിനാ സാധ്യത കൂടുതൽ. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ ലാളിക്കാനും ഒക്കെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇന്നത്തെ ദിവസം മനസ്സെല്ലാം മനസ്സോടെ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു, നിങ്ങളെയൊക്കെ പേടിച്ചിട്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ സംസാരിക്കുകയും പെരുമാറും ഒക്കെ ചെയ്യും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. എടാ, നിന്നെ മഹിയും പറ്റിക്കാൻ എളുപ്പമാണ്, സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താനും. അത് നന്നായിട്ട് അറിയാവുന്നവരാണ് അവിടെയുള്ളവരൊക്കെ. അതുകൊണ്ടാ എല്ലാവരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവർ നിന്റെ രണ്ടാനമ്മയാണെങ്കിലേ മഞ്ജുവിൻ്റെ സ്വന്തം അമ്മയാ. ആ അമ്മയെ കാണുമ്പോഴാ മഞ്ജുവിൻ്റെ നെറ്റി ചുളിക്കുന്നത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ടേ പലഹാരവുമായിട്ട് അവളുടെ അമ്മ മഞ്ജുവിനെ കാണാൻ ചെന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാലോ. ആ പലഹാരമൊക്കെ പിന്നീട് ഞാൻ കഴിച്ചിരുന്നു. എന്നിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നവരെ അമ്മയുടെ സ്നേഹം വിശ്വസിക്കേണ്ടെന്ന് തന്നെയാണ് എന്റെയും മഞ്ജുവിന്റെ തീരുമാനം. നേരത്തെ മഞ്ജുവിന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തപ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ട് മഞ്ജു സൂക്ഷിച്ചേ പറ്റൂ. കേട്ടല്ലോ പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാ കണ്ണേട്ടന്റെ മഹിക്ക് ഉണ്ടാവേണ്ടത്. ആപത്തുണ്ടായിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ട. അത് മുൻകൂട്ടി അറിയാമെങ്കിൽ അത് ഒഴിവാക്കുക വേണ്ടത്. എന്നാ പിന്നെ ഒരു കാര്യം നമുക്കിപ്പോ അങ്ങ് തീരുമാനിക്കാം. ഓണം വരികയാ. ഓണം വരെ മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാ മോളെ ഞങ്ങൾ കൊണ്ടുപോകും. ഓണം ഉടനെ ഉണ്ടല്ലോ കണ്ണേട്ടാ. എന്നാലും അതിന് കുറച്ചു ദിവസം കൂടി ഇല്ലേ? അപ്പോഴേക്കും മോക്ക് ഒരു മാസത്തെ വളർച്ചയോടെ ഉണ്ടാവുമല്ലോ. ഇത്തവണ മാവേലി വരാതിരുന്നാ മതിയായിരുന്നു. ആ ദിവസത്തെ ഒത്തുചേരല് കേരളത്തിലെ ഒരു കുടുംബം ഒഴിവാക്കില്ല. അത് നമ്മൾ മലയാളികൾക്കുള്ളില് ലയിച്ചു ചേർന്നൊരു ആഘോഷ. ഓണത്തോടെ ശരിക്കും മോളെ കൊണ്ടുപോകും കണ്ണേട്ടാ. അതെന്തൊരു ചോദ്യാടി. അപ്പോഴെങ്കിലും കണ്ണനും മഹിക്കും അവരുടെ കുഞ്ഞിനെ അവരുടെ സ്വന്തം കുടുംബത്തിൽ കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോയിക്കോ.